ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനാർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്, വ്യത്യസ്തമായ സ്ഥലത്താണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന വേഷമല്ല, കുറച്ച് കഴിയുമ്പം വേഷമെല്ലാം ഞാൻ മാറുന്നതാണ്. അതായത് ഒരു ദൂരയാത്രയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമാണ്. സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഞങ്ങൾ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോവാണ്. കല്യാണം കുറച്ച് ദൂരെയാണ്, ഒരു 100 കിലോമീറ്റർ എനിക്ക് വീട്ടിൽ നിന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. 100 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊൻകുന്നത്താണ് കല്യാണം. അപ്പോൾ ഞാനിവിടെ കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു ഇൻട്രോ എടുത്തതാണ്. നേരത്തെ ഞാനൊരു ഇൻട്രോ ഒക്കെ എടുത്തായിരുന്നു. ഇൻട്രോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പണി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന വഴിക്ക് കട്ടപ്പന വന്നിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. കട്ടപ്പന വന്നിട്ട് പെട്രോൾ അടിക്കണം, വണ്ടിക്കകത്ത് പെട്രോൾ ഒട്ടുമില്ലായിരുന്നു. അങ്ങനെ കട്ടപ്പന വന്ന് വണ്ടി നിർത്തി പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്രോൾ അടിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തായാലും ഭാഗ്യത്തിന് പേഴ്സ് തപ്പിയപ്പോൾ പേഴ്സ് എടുത്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്, പേഴ്സ് എടുത്തിട്ടില്ല. അങ്ങനെ പേഴ്സ് എടുക്കാതെ വന്നിട്ട് ലാസ്റ്റ് പിന്നെ പെങ്ങളെ വിളിച്ച് അളിയൻ എന്നിട്ട് പൈസയും കൊണ്ട് തന്ന് അവിടുന്ന് പെട്രോളും അടിച്ച് പോന്നപ്പോഴത്തേക്ക് സമയം കുറച്ച് പോയി. കാരണം ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. 11:30-ക്കാണ് അവിടെ ചെല്ലേണ്ടത്. ഇപ്പം തന്നെ സമയം 10:30-ആയി. അപ്പോൾ നേരത്തെ എത്തുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ കുറച്ച് താമസിക്കുന്നതാണ്. ഒരു 12 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. ഒരു അരമണിക്കൂർ കൂടെ ഞാൻ ലേറ്റായിട്ട് അവിടെ എത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ അവിടെ ചെന്ന് കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണിക്കാം. പിന്നെ എൻ്റെ ഡ്രസ്സ് ഇതല്ല, ഞാൻ ജസ്റ്റ് ഒരു വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ അവിടുന്ന് പോന്നേക്കുന്നത്. വണ്ടിക്കകത്ത് ഡ്രസ്സ് തേച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു വെള്ള ഷർട്ടും കൂടിയാണ്, മൊത്തം ചുളുങ്ങി നാശമായി പോകും. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഒന്ന് വണ്ടിക്കകത്ത് തേച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, പോയേക്കുവാണ്. നമ്മുടെ കുട്ടിക്കാനമാണ് ഈ കാണുന്നത്. കുട്ടിക്കാനത്തെ തേയിലത്തോട്ടങ്ങളും താഴേക്ക് കാണുന്ന വാഗമണ്ണിലേക്ക് പോകുന്ന റോഡൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല, നമുക്ക് സമയം പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറേ കൂടുതൽ കാഴ്ചകളൊക്കെ കാണിക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ തനിച്ചേ ഉള്ളൂ, അല്പവും ഇല്ല, ആദിയില്ല, മമ്മിയില്ല, ആരുമില്ല. അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവന്നതിന് ഇത്രയും ദൂരം പോരാനായിട്ട് യാത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, യാത്ര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ദിവസവും ഓരോ യാത്രകൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ലാസ്റ്റ് എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരെ ഒഴിവാക്കി. അപ്പോൾ ഇനി എന്തായാലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻറ്റായിട്ട് ഇടുക. പിന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് ഈ വീഡിയോ കാണാനും മറക്കരുത് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുകയാണ്, പൊൻകുന്നത്തെത്തി. അപ്പോൾ കുറച്ച് താമസിച്ചു പോയി, 12 മണി കഴിഞ്ഞു. 11:30-ക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ വന്ന വഴിക്ക് കുറേ പണികൾ കിട്ടിയതുകൊണ്ടാണ് താമസിച്ചു പോയത്. അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിലൊന്ന് കയറട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കേട്ടോ. ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് ഞാൻ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക്
ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണ ചെറുക്കനെ പെണ്ണൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കുറച്ച് ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് സമയം പോയായിരുന്നു. 12:15 ആയിരുന്നു. 11:30 പള്ളിയിലെ കുർബാന തുടങ്ങിയതാണ്. എന്നാലും ബാക്കിയുള്ള കുർബാനയൊക്കെ കൂടി ചെറുക്കനും പെണ്ണിനെയൊക്കെ കണ്ട് അതിനുശേഷം ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 2-2:15 ആവാറായി. ഞാൻ ഇനി തിരിച്ചു പോവാണ് വീട്ടിലെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് എനിക്ക് പോകാനായിട്ട് സമയമില്ല. കാരണം ഇവിടുത്തെ പരിപാടി കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കും. അവർ കഴിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ കുറേ സമയം എടുക്കും. ഞാൻ ഇവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മാത്രമേ തിരിച്ച് വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവരോടും ഇനി പോകുന്ന വഴിക്ക് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതാ ഇവിടെ വന്ന വഴിക്ക് ഡ്രസ്സെല്ലാം മാറി ഫുൾ റെഡിയായി. കാരണം ഈ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് കഴിഞ്ഞാൽ മൊത്തം എന്താ പറയാ, മൊത്തം ചുളുങ്ങി നാശമായി, മൊത്തം വൃത്തികേടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും ചുളുങ്ങാതിരിക്കാൻ വേണ്ടി ഫുള്ള് തേച്ച് വണ്ടിക്കകത്ത് മടക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. പിന്നെ അവരില്ലാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഈ ഒറ്റയ്ക്കിരുന്ന് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി മടുപ്പാണ്. 3.5 മണിക്കൂർ കണ്ടിന്യൂസ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി 3.5-7 മണിക്കൂറോളം ആകും. ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ എന്തായാലും 3.5 മണിക്കൂർ വെച്ച് എടുക്കുന്നുണ്ട്. കാരണം മൊത്തം വഴി ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര മടുപ്പാണ്. എന്നാലും കുഴപ്പമില്ല. തന്നെ ഇച്ചിരി മടുപ്പാണെങ്കിലും വിട്ടു പോവാണ്. തന്നെ ആവുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. കുഴിയൊന്നും ചാടും നമുക്ക് പേടിക്കണ്ട, വിട്ടടിച്ച് പോവാം. മറ്റേത് അവളെ കൊണ്ട് വരുമ്പം കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ചവിട്ടി ഇറങ്ങി പതുക്കെ ഇതിൽ കൂടുതൽ സമയം എടുക്കും. പിന്നെ ഒട്ടും യാത്ര പറ്റത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളോട് വന്നേനെ. കാരണം ഞങ്ങൾ എവിടെ പോയാലും ഇപ്പം എപ്പോഴും ഫുൾ പാക്കേജാണ്. ഞങ്ങൾ എവിടെ പോയാലും എല്ലാവരും എപ്പോഴും ഉണ്ടാവും. മമ്മി മാത്രമാണ് യാത്രയിൽ നിന്ന് ഒഴിവാകുന്നത്. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ കല്യാണവും ഈ നമ്മുടെ പൊൻകുന്നം എന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ട്. ഒരാൾ അടുത്തിരുന്ന് വീഡിയോ എടുത്താൽ മാത്രം ആണ് നമുക്ക് ഈ സ്ഥലങ്ങളും എല്ലാം കാണിച്ച് വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് എനിക്ക് നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എവിടെയെങ്കിലും നിന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിട്ട് സംസാരിക്കുന്നത്. ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ 2 നടത്തൂടൊക്കെ ഞാൻ ഇറങ്ങും. അപ്പോൾ അവിടെയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ബാക്കിയായിട്ട് കാണാം. അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തെത്തി തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. കുട്ടിക്കാനത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ. കുട്ടിക്കാനം കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടി പോകുന്നു. മഴയെത്തിയ വണ്ടി നിർത്തിയില്ല. നല്ല സുഖം വണ്ടി ഓടിച്ച് പോകാനായിട്ട് ഇങ്ങനെ ഓടിച്ച് പോന്നു. ഇപ്പം മഴ കുറഞ്ഞു, അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അവിടെയൊന്നും മഴയില്ല. ഞാൻ ആ മുണ്ടക്കയത്തുനിന്ന് പോകുന്നപ്പോൾ, മുണ്ടക്കയത്തുനിന്നല്ല പൊൻകുന്നത്തുനിന്ന് പോകുന്നപ്പോൾ അവിടെ മഴ തൂളുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ലപോലെ പെയ്യുന്നുണ്ട്. നമ്മുടെ അങ്ങോട്ട് മഴയില്ല. കഷ്ടം. വണ്ടിയെല്ലാം നനഞ്ഞിരിക്കുന്നു. റോഡെല്ലാം നനഞ്ഞു കിടക്കുന്നു. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ കൂടെ ഓടിയാൽ കട്ടപ്പന എത്തും. ഇവിടെ ഇരുട്ടത്ത് മതി, ഞാൻ പോവാണേ. അതെ. അപ്പൊ കല്യാണം കൂടി ഇവിടം വരെ എത്തിയതേ ഉള്ളൂ. ഇവിടം വരെ ആയുള്ളൂ. തള്ളി നിരങ്ങി ഇവിടം വരെ ആയിട്ടുള്ളൂ. സമയം 7 മണി ആയിരുന്നു അല്ലേ? 7 മണി അല്ലല്ലോ, 6:50. അപ്പൊ ഇനി കട്ടപ്പന വീട്ടിൽ 8 മണി. ഒരു ദിവസം പോയി കിട്ടി. ടാറ്റാ ബൈ ബൈ. ഇല്ല.